ഏതായാലും പ്രേക്ഷകരുടെ ക്വരീസ് അഡ്രസ്സ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ധാരാളം പ്രേക്ഷകർ ധാരാളം സ്റ്റോക്കുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതിൽ രോഹിത് എന്ന് പറഞ്ഞൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ടാറ്റ പവറിലുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം ടാറ്റ പവറിനെ സംബന്ധിച്ച് 6.67% ഒരു ഇടിവോടുകൂടി 346 രൂപ എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. സോ ടാറ്റ പവർ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് സ്റ്റോക്കിന്റെ ലോവസ്റ്റ് ലെവൽ ഇന്നലെ നോക്കുമ്പോഴേക്കും അറൌണ്ട് 336 രൂപയ്ക്ക് അടുത്തായിരുന്നു. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന്. ബട്ട് സ്റ്റോക്കിൽ നമുക്ക് ഇപ്പോൾ ഒരു ലോ റിസ്ക് ബൈങ് അവസരം കാണുന്നില്ല. റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽ 352 രൂപയായിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറും. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ജിയോഫിനിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 0.39% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു. ജിയോ ഫിനാൻഷ്യലിലുള്ള സാറിന്റെ വ്യൂ. So GeoFinla, I am extremely bullish and result 2-3 ദിവസം മുൻപ് അനൗൺസ് ചെയ്തതിനെ തുടർന്ന് നമുക്ക് സ്റ്റോക്കിൽ ഒരു നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷൻ കാണാൻ സാധിച്ചിരുന്നു. എനിക്ക് തോന്നുന്നില്ല സ്റ്റോക്ക് 238 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന്. നമ്മളൊരു അല്പം വോളറ്റിലിറ്റിക്ക് പ്രിപ്പയർഡ് ആണെങ്കിൽ ഐ തിങ്ക് കറന്റ് ലെവൽസ് ആർ an excellent level to initiate long position. ഒപ്പം മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് HDFC AMCയിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 3% ഒരു നേട്ടത്തോടുകൂടി 3416 എന്നുള്ള ഒരു റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. HDFC AMCയുടെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് കണ്ടിന്യൂസ് ടു ബി വെരി മച്ച് ബുള്ളിഷ്. ആൻഡ് കഴിഞ്ഞ 3-4 സെഷൻസിൽ സ്റ്റോക്കിൽ നമുക്കൊരു നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ചാൻസ് ഉണ്ടായി. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാം. സ്റ്റോക്കിന്റെ 3-4 മേജർ റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്, ആദ്യത്തെ 3450, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 3500, അതിനുശേഷം 3550, അതിനുശേഷം 3650. അപ്പം രാജേഷ് എന്ന് പറഞ്ഞൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് നാഷണൽ സ്റ്റാൻഡേർഡ് ഇന്ത്യ ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 8% ഒരു നേട്ടത്തിൽ 6386 രൂപ 65 പൈസ എന്നുള്ള റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. So National Standards, it is listed only on the Bombay Stock Exchange. ഇതൊരു സ്മോൾ ക്യാപ്പ് സ്റ്റോക്ക് ആയിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. ആൻഡ് നാഷണൽ സ്റ്റാൻഡേർഡ്സ് നോക്കുമ്പോഴേക്കും കാര്യമായിട്ടൊരു വോള്യൂം കാണുന്നില്ല. കഴിഞ്ഞ 3 സെഷൻസിലായിരുന്നു ഈ സ്റ്റോക്കിൽ വലിയൊരു ബ്രേക്ക് ഔട്ട് നടന്നിരിക്കുന്നത്. ഫ്രം 4600 രൂപയിൽ നിന്നും ഇന്നലെ 6900 രൂപ വരെ എത്തിയിരുന്നു. ഈ സ്റ്റോക്കിൽ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് ടേക്കിങ്ങിന് പ്രിപ്പയർഡ് ആകുക. ഒപ്പം ജി ഹസൻ, ഒപ്പം തന്നെ സംഗീത് എന്ന് പറഞ്ഞ പ്രേക്ഷകരൊക്കെ തന്നെ ടാറ്റ മോട്ടോഴ്സിലുള്ള സാറിന്റെ ഒരു വ്യൂ ചോദിച്ചിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം 1.5%-ലധികം ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിരുന്നു. 819 രൂപ എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഔട്ട്ലുക്ക് വളരെ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ ദിവസം 880 രൂപയ്ക്ക് അടുത്തൊരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമുക്കൊരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റോക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 829. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്കിൽ നമുക്ക് 20 മുതൽ 40 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. രാഹിയ എന്ന് പറഞ്ഞൊരു പ്രേക്ഷക ചോദിച്ചിരിക്കുന്നത് പവർ ഗ്രിഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 2% ഒരു ഇടിവ് രേഖപ്പെടുത്തി 233 രൂപ എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. പവർ ഗ്രിഡിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം ഒരു 245 രൂപ എത്തിയതിനു ശേഷം വി ഹാവ് ബീൻ സീയിങ് ലിറ്റിൽ ബിറ്റ് ഓഫ് കൺസോൾട്ടേഷൻ. ഇന്നലെ ഓപ്പണിംഗ് നിമിഷങ്ങളിൽ നമ്മൾ ഒത്തിരി വീക്ക്നെസ് കണ്ടെങ്കിലും നല്ലൊരു ക്ലോസിംഗ് ആയിരുന്നു സ്റ്റോക്ക് നൽകിയത്. സ്റ്റോക്ക് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ 220 രൂപ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്തിരിക്കുക. ആൻഡ് സ്റ്റോക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫേസ് ചെയ്യാൻ പോകുന്ന റെസിസ്റ്റൻസ് 245. 245ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വീണ്ടും ആ ലെവലിൽ നിന്ന് നമുക്കൊരു 20 രൂപയുടെ നേട്ടം പ്രതീക്ഷിക്കാം.
ഒപ്പം തന്നെ സുമേഷ് എന്ന് പറഞ്ഞൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഗാന്ധാർ ഓയിൽ റിഫൈനറി ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 0.2% ഒരു ഇടിവോടുകൂടി 254 രൂപ 20 പൈസ എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി ഗാന്ധാർ ലിസ്റ്റിംഗിന് ശേഷം നമ്മൾ പല IPO സ്റ്റോക്സിൽ കണ്ടതുപോലെ തന്നെ ഗാന്ധാറിന്റെ കേസിൽ നമ്മൾ ഒരു സെല്ലിംഗ് കണ്ടുവരുന്നത്. അറ്റ് ദ മൊമെന്റ് പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. സ്റ്റോക്ക് ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്യട്ടെ, അതിനുശേഷം നമുക്കൊരു ലോങ് പൊസിഷനെ കുറിച്ച് ആലോചിക്കാം. ഗാന്ധാറിനെ കുറിച്ച് ചോദിച്ചത് കൊണ്ട് അടുത്ത കാലത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ട വേറെ 2-3 സ്റ്റോക്കിനെ കുറിച്ചും കൂടെ സംസാരിക്കാം. ടാറ്റ ടെക്നോളജിയിലും സെല്ലിംഗ് ഇസ് കണ്ടിന്യൂയിങ്. ഇന്നലത്തെ ട്രേഡിംഗിൽ ടാറ്റ ടെക്നോളജി 1140 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിരുന്നു. ഫെഡറൽ ബാങ്കിന്റെ ഫെഡ്ഫിൻ again continues to be little bit bearish, but ഇന്നലെ ഫെഡ്ഫിന്റെ കേസിൽ നമുക്ക് 133 രൂപയുടെ ലോവസ്റ്റ് ലെവൽ എത്തിയതിനു ശേഷം ഒരു സ്മാർട്ട് ബൈങ് കാണാൻ സാധിച്ചു. ഈ സ്റ്റോക്കിൽ നമുക്ക് ഈ സമയത്ത് ഒരു അല്പം അലേർട്ട്നെസ് കാണിക്കണം. ബിക്കോസ് ഒരുപക്ഷെ ഈ ഒരു സ്റ്റോക്ക് അതിന്റെ ബോട്ടം ഹിറ്റ് ചെയ്ത് കാണാം. ബട്ട് അടുത്ത ആഴ്ച നമുക്ക് അതിനൊരു കൺഫർമേഷൻ കിട്ടും. അപ്പം അബി എന്ന് പറഞ്ഞൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് സെൻസാർ ടെക്കിലുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 3% ഒരു ഇടിവിൽ 558 രൂപ 50 പൈസ എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സോ സെൻസാർ ടെക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് അല്പം ബെയറിഷ്നെസ് കാണിക്കുന്നുണ്ട്. സ്റ്റോക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ഏരിയ 540 രൂപയില്. 540ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമ്മൾ ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. തിരിച്ചൊരു ബുള്ളിഷ്നെസ് കാണണമെങ്കിൽ ഈ സ്റ്റോക്ക് 600 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ജോസ് എന്ന് പറഞ്ഞൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് സുസ്ലോൺ എനർജിയിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം നല്ലൊരു നേട്ടത്തിൽ 5% ഉയർന്ന് 42 രൂപ 90 പൈസ എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്പെക്കുലേഷൻസ് പ്യുവർ മൊമെന്റം ആയിട്ട് നമുക്ക് സുസ്ലോൺ ഈ ലെവൽസിൽ കൺസിഡർ ചെയ്യാം. ആൻഡ് സുസ്ലോണിന്റെ കേസിൽ നല്ലൊരു സപ്പോർട്ട് ബേസ് 38 രൂപയിൽ ഫോം ചെയ്യുന്നുണ്ട്. സ്റ്റോക്കിൽ നമുക്ക് പുതിയൊരു ബൾളിഷ് ട്രിഗർ നമുക്ക് ഇന്ന് ലഭിക്കണമെങ്കിൽ 43 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. 43ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 44ലും 46ലും 47 രൂപ 50 പൈസയിലും 48 രൂപ 50 പൈസയിലും ആൻഡ് അവസാനമായിട്ട് 51 രൂപയിലും റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. ഒപ്പം മുഹമ്മദ് സിനാൻ എന്ന് പറഞ്ഞൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് സൊമാറ്റോ ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 1.37% ഒരു നേട്ടത്തിൽ 129 രൂപ 15 പൈസ എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സൊമാറ്റോയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ 5 സെഷൻസിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് ഇസ് നൗ ട്രേഡിംഗ് അറൌണ്ട് ഇറ്റ്സ് മേജർ സപ്പോർട്ട് ഏരിയ 119 രൂപയ്ക്ക് അടുത്ത്. ആ ഒരു റെസിസ്റ്റൻസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് യു വിൽ ഗെറ്റ് എ ഗുഡ് ബൈങ് ഓപ്പർച്യൂണിറ്റി. സ്റ്റോക്കിൽ നമുക്ക് ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി കാണുന്ന ഒരു ബുള്ളിഷ് ട്രിഗർ 131 രൂപ. അങ്ങനെ നമ്മൾ ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ 119 രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഒപ്പം ഷൈനു ജോയ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചത് ഡിക്സൺ ടെക്നോളജിയിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 1.5% അടുത്തൊരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 6292 എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഡിക്സൺ വന്നിട്ട് കഴിഞ്ഞ ഡിസംബർ 12-ാം തീയതി ആയിരുന്നു അതിന്റെ ഒരു ഓൾ ടൈം ഹൈ 6765 രൂപ. ആ ഒരു ലെവൽ എത്തിയതിനു ശേഷം നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു കൺസോൾട്ടേഷനെ കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് എ സൈഡ് വേസ്. സ്റ്റോക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ഏരിയ 5990 രൂപ. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ പിന്നെ നമ്മൾ ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ബൈങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 6450 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഷാജി എന്നൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് കാസ്ട്രോൾ ഇന്ത്യയിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 6% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു. 178 രൂപ എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. എക്സ്ട്രീംലി ബുള്ളിഷ് ഒരു സെറ്റപ്പ് കാസ്ട്രോൾ കാണുന്നുണ്ട്. എക്സലന്റ് മാനേജ്മെന്റ്, നല്ല കൺസിസ്റ്റന്റ് പെർഫോമൻസ് നൽകുന്ന ഒരു സ്റ്റോക്കായിട്ട് കാസ്ട്രോളിനെ ഞാൻ വിലയിരുത്തുന്നത്. കറന്റ് ലെവൽസിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാൻ സാധിക്കും. സ്റ്റോക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സപ്പോർട്ട് ഏരിയ 165 രൂപ. ആൻഡ് സ്റ്റോക്കിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫേസ് ചെയ്യാൻ പോകുന്ന റെസിസ്റ്റൻസ് ആദ്യത്തെ 190,
അതിനെ തുടർന്ന് 210 രൂപയിൽ. അവസാനമായി നമുക്ക് പ്രോഗ്രാം ഏതായാലും വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അബ്ദുൾ എന്നൊരു പ്രേക്ഷകൻ രാംകോ സിമൻസിലുള്ള സാറിന്റെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 952 എന്നൊരു റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി രാംകോ സിമൻസിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. കൈവച്ച ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജി. സ്റ്റോക്കിൽ തിരിച്ച ബുള്ളിഷ്നെസ് വരണമെങ്കിൽ 1010 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം.